കേരളത്തിലെ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ഡോക്ടർ TM തോമസ് ഐസക്. അദ്ദേഹമാണ് കേരളത്തിലെ കുറേ പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ CPM-ലെ ഏക ബുദ്ധിജീവി. അദ്ദേഹം 4 തവണ MLA ആയിട്ടുണ്ട്, 2 തവണ മന്ത്രിയുമായിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. 1991 മറ്റോ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. എന്തായാലും മെയ്യനങ്ങി പണിയെടുത്ത് നേതാവായ ആളല്ല തോമസ് ഐസക്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മെയ്യനങ്ങി പണിയെടുക്കുന്നവരാണല്ലോ നേതൃസ്ഥാനങ്ങളിലേക്കൊക്കെ വരിക, കുറേ നാൾ മുമ്പ് വരെ. എന്നാൽ മെയ്യനങ്ങി പണിയെടുക്കാതെ നേതൃസ്ഥാനത്തേക്ക് വന്ന ഒരാളാണ് തോമസ് ഐസക്. അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നും CPM-ൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബുദ്ധിജീവികൾക്കും വരാം, CPM-ൽ നേതാക്കന്മാരാവാം. അങ്ങനെ വന്ന ഒരാളാണ് അദ്ദേഹം. SFI-യുടെ സംസ്ഥാന പ്രസിഡൻറ്റോ ഒക്കെ ആയിരുന്നു. ചെറുപ്പം മുതൽ തന്നെ CPM-ൽ സജീവമായിരുന്നു കേട്ടോ, അല്ലൊന്നും തർക്കമൊന്നുമുള്ള കാര്യമല്ല. എന്തായാലും അദ്ദേഹം ബുദ്ധിജീവി എന്നുള്ള ലേബലിൽ 1991 CPM-ൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി. അതിനുശേഷം പിന്നീട് 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയുമായി. CPM-ൽ തോമസ് ഐസക്കിൻ്റെ വളർച്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ളത് 2 നേതാക്കന്മാരാണ്. ഒന്ന് സഹ EMS-ഉം ഒന്ന് സഹ VS-ഉം. EMS-ൻ്റെ പിന്തുണയോടുകൂടിയാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കൊക്കെ വരുന്നത്. പിന്നീട് പ്ലാനിംഗ് ബോർഡ് മെമ്പറാകുന്നതൊക്കെ ആ കാലത്തൊക്കെ അതെല്ലാം EMS-ൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ്. പിന്നീട് പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നത് VS-ൻ്റെ പിന്തുണയോടുകൂടിയാണ്. എനിക്കൊന്ന് 2001 മറ്റാണ് എന്നാണ് എൻ്റെ ഓർമ്മ. PS മലമ്പുഴയിലേക്ക് പോയപ്പോൾ VS സ്ഥിരമായി നിന്ന് മത്സരിച്ച് ജയിച്ച മാരാരിക്കുളം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് തോമസ് ഐസക് മത്സരിച്ചത്. 2001 ജയിച്ചു, 2006 ജയിച്ചു, 2011 ജയിച്ചു, 2016 ജയിച്ചു. ഇന്ന് അവസാനത്തെ 2 തവണ മാരാരിക്കുളം മണ്ഡലം മാറി ആലപ്പുഴ മണ്ഡലമായപ്പോൾ അവിടെ നിന്നാണ് ജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ 2 നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ഒരു ബുദ്ധിജീവി ലേബലിൽ CPM-ൽ സ്ഥാനം ഉറപ്പിച്ച് വളർന്നു വലുതായി വന്ന ഒരു നേതാവാണ് തോമസ് ഐസക്. 2021 മത്സരിക്കാൻ കഴിഞ്ഞില്ല, 2 തവണ മത്സരിച്ചു എന്നുള്ളത് കൊണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ മത്സരരംഗത്ത് നിന്ന് പോയി. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാതെ എവിടെയോ മൂലയ്ക്ക് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നിരന്തരം പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കാരണം അധികാരമില്ല, മന്ത്രിസ്ഥാനമില്ല, MLA സ്ഥാനമില്ല. കൂടെ ഒരുപാട് പേര് ചുറ്റും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പിരിഞ്ഞു പോയി. അത് മന്ത്രിയായിരുന്നതുകൊണ്ടും MLA ആയിരുന്നുകൊണ്ടുമാണ് കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് തോമസ് ഐസക് മനസ്സിലായി. കൂടെയുള്ളവരെല്ലാം പിരിഞ്ഞു പോയി. എവിടെയോ മൂലയിലേക്ക് അദ്ദേഹം ഇങ്ങനെ കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയവെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും നിലച്ചിരിക്കാതെ പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടി. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ച് കയറാം എന്നൊക്കെ അദ്ദേഹം ഒരുപാട് ദിവാസ്വപ്നം കണ്ടു. പക്ഷേ പത്തനംതിട്ടയിൽ സാമാന്യം നല്ല രീതിയിൽ തോറ്റു അമ്പി. അതോടുകൂടി വീണ്ടും ഈ പറഞ്ഞ പോലെ എങ്ങോട്ടൊക്കെ പോയി, വൈൽഡർനെസ്സിലേക്ക് പോയി. പിന്നീട് കണ്ടിട്ടില്ല. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടും എന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 2 തവണ മത്സരിച്ചവർക്കൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 75 വയസ്സ് അദ്ദേഹത്തിന് ആയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 2026 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. പിണറായി സീറ്റ് കൊടുത്തില്ല. പക്ഷേ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കെങ്കിലും പുറത്തേക്കൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറയണമല്ലോ. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് വന്നു വാ തുറന്നത് തന്നെ വിവാദമായി. ആ വിവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരെ രാഷ്ട്രീയത്തിലേക്ക് കെട്ടിയിറക്കി കൊണ്ടുവരുന്ന അബദ്ധമാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പണി ഏതാണ്ട് തീർന്നു എന്നുള്ള നിലയിലായി. അത് പറഞ്ഞത് പാലക്കാടത്തെ UDF-ൻ്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ രമേശ് പിഷാരടി എവിടെയോ പറഞ്ഞപ്പോൾ പാലസ്തീനിൽ യുദ്ധം നടന്നാൽ ഇവിടെ സമരം ചെയ്യും, ഇറാനിൽ യുദ്ധം നടന്നാൽ ഇവിടെ സമരം ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിലോ മറ്റോ അദ്ദേഹം എന്തൊരു പ്രസ്താവന നടത്തി പോലും. അതിനെതിരായിട്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് തോമസ് ഐസക് ഇപ്പോൾ അളിഞ്ഞ് വന്ന് നിന്ന് ന്യായീകരിക്കുന്നത്. എന്തായാലും അതിനെതിരായിട്ടാണെങ്കിലും തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കെട്ടിയിരുന്ന് വിളിക്കുന്ന അബദ്ധമാണ്. എന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. അതിനിപ്പോൾ അദ്ദേഹം ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്ത് അബദ്ധ പഞ്ചാംഗമാണ് ഈ ബുദ്ധിജീവി കെട്ടി എഴുന്നള്ളിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരെന്ന് പറയുന്നത് തന്നെ അത് തന്നെ അപകീർത്തിപരമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരാണെന്ന് പറയാനാണെങ്കിൽ ആ ഉപയോഗം അന്വർത്ഥമാക്കുന്ന നിലയിലുള്ള കോമാളികളെ ഇടതുപക്ഷത്തു നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്ന് CPM അല്ലേ സുഹൃത്തുക്കളെ? മലയാള സിനിമയിൽ ദീർഘകാലം കോമാളി വേഷത്തിൽ അഭിനയിച്ചു പോകുന്ന ആൾ ഇന്നസെൻ്റ് അല്ലായിരുന്നു? ഇന്നസെൻറ്റിനെ മത്സരിപ്പിച്ചത് ആരാണ്? ഇന്നസെൻറ്റിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് ആരാണ്? തോമസ് ഐസക്കിൻ്റെ പാർട്ടിയായിട്ടുള്ള CPM അല്ലേ? ഒരു തവണ മത്സരിച്ച് ജയിച്ചു, 2ാമത് മത്സരിച്ചപ്പോൾ തോറ്റു. CPM അല്ലേ ഇന്നസെൻറ്റിനെ കൊണ്ടത്? പിന്നെ
അതുപോലെ തന്നെ കോമാളി വേഷം പതിറ്റാണ്ടുകളും കെട്ടി അഭിനയിച്ച ആളാണല്ലേ മുകേഷ്. ആലോചിച്ച് നോക്കും, മുകേഷിനെ 2 തവണ നിർത്തി ജയിപ്പിച്ചു. ഒരു തവണ മുകേഷിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു. CPM അല്ലേ? ഇവിടെ എത്രയോ സിനിമാ നടന്മാരെ CPM പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എത്രയോ സിനിമാ നടന്മാരെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന CPM-ലെ മുതിർന്ന നേതാവായിട്ടുള്ള ഇയാൾ വന്ന് നിന്നിട്ട് ഇയാൾ പറയുകയാണ് കോമാളികളായിട്ടുള്ള സിനിമാ നടന്മാരെ. അപ്പോൾ എന്തൊരു പിന്നെ അസംബന്ധമാണ്, എന്തൊരു പൊട്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറയുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞ് അതിന് ഫിറ്റിംഗ് റിപ്ലൈ കൊടുത്തു. ആര്? രമേശ് പിഷാരടി. അയാൾ പറഞ്ഞു, ഞാനിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, പേരെടുത്തൊന്നും പറയുന്നില്ല, എനിക്ക് തോമസ് ഐസക്കിനോട് ബഹുമാനമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നും ഉള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല, സംസ്കാരവും കൂടി വേണം. ഇതാണ് അയാളുടെ ഒറ്റ വാക്കിലെ മറുപടി. തീർന്നില്ലേ തോമസ് ഐസക്കിൻ്റെ പണി? കാരണം കുറ്റിക്കിട്ട് ഒരു 10 അടി കിട്ടിയ പോലെയല്ലേ തെരഞ്ഞെടുപ്പ്. അതായത് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ മാത്രം പോരാ, സംസ്കാരം കൂടെ വേണം. തോമസ് ഐസക്കിന് അതില്ല എന്നുള്ളത് ആണല്ലോ അയാൾ പറഞ്ഞത്. അതിലേക്ക് മറുപടി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്ക് രംഗത്തേക്ക് വന്നു. തോമസ് ഐസക്കാണ് യഥാർത്ഥത്തിൽ കോമാളി വേഷം കെട്ടി രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ രമേശ് പിഷാരടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നു. രമേശ് പിഷാരടിക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയല്ല ഞാനത് പറഞ്ഞത്, ഞാൻ ഇത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില അള്ളിഞ്ഞ ന്യായീകരണമൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകുന്നത് കണ്ടു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് യുദ്ധമാണ് പോലും. ഏത്? പശ്ചിമേഷ്യയിലെ യുദ്ധമാണെന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ വിഷയം CPM-കാർ ഇവിടെ ഉന്നയിക്കുമ്പോൾ, ആ യുദ്ധത്തിൻ്റെ വിഷയം അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ വിഷയം ഉന്നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചത് കൊണ്ടാണത്രേ താൻ കോമാളി ആയിട്ടുള്ള നടന്മാരെ കൊണ്ടിരുന്നത് പൊട്ടത്തരാണെന്ന് പറഞ്ഞത്. അത് ഏറ്റവും വലിയ ആനമണ്ടത്തരവും പൊട്ടത്തരമല്ലേ? ഇയാൾ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് രമേശ് പിഷാരടിയെ പിന്നെ വിമർശിച്ചതെന്ന് ഇയാളുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ഇയാൾ പുറത്തേക്ക് പറയുന്നതല്ലേ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും അയാൾക്ക് ഒരു ഫിറ്റിംഗ് റിപ്ലൈ, നല്ലൊരു അടി രമേശ് പിഷാരടിയിൽ നിന്ന് ലഭിച്ചു. അയാൾ കുറേ നാളുകൾക്ക് ശേഷം വന്ന് വാ പൊളിച്ചപ്പോൾ മുഖമടച്ചടി അയാൾക്ക് കിട്ടി. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ അധികാരത്തിലിരുന്നിട്ട് പെട്ടെന്ന് അധികാരം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. CPM നേതാക്കന്മാരുടെ ഒരു പ്രശ്നമാണ്. കുറേ നാൾ അധികാരത്തിലിരിക്കുന്നു, കുറേ നാൾ MLA ആയിട്ടിരിക്കുന്നു, കുറേ നാൾ മന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കും. ഐസക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തി നിൽക്കും. പക്ഷേ MLA സ്ഥാനവും മന്ത്രി സ്ഥാനമൊക്കെ പോയി കഴിയുമ്പോൾ അവരൊക്കെ അവരവരുടെ വഴിക്ക് പോകും. പക്ഷേ MLA സ്ഥാനത്തും മന്ത്രി സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ വിചാരിക്കും, അമ്പട ഞാനെന്തോ വളരെ വലിയവനായതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നത് എന്ന് ഈ നേതാക്കന്മാർ തെറ്റിദ്ധരിക്കും. പക്ഷേ ഇതെല്ലാം പോയി കഴിയുമ്പം ഒറ്റപ്പെട്ടു പോകും. കാരണം ഇതെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് എന്ത് മനസ്സിലാവും? പെട്ടെന്ന് മനസ്സിലാവും, അയ്യോ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് മനസ്സിലാവും. ഇതാണ് തോമസ് ഐസക്കിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നു, വാ തുറന്നു, അതിന് മുഖമടച്ചൊരു അടിയും കിട്ടി. എന്തായാലും ഇനി ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ ഈ ബുദ്ധിജീവി വിളിച്ചു പറയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.